നിന്റെ ജോസേട്ടൻ ജോസേട്ടാ 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 അവിടെ നിക്ക്, ഞാനിപ്പോ അങ്ങോട്ട് വരാം. അയ്യോ, നിക്ക് നിക്ക് ജോസേട്ടാ നിക്ക്. നടുറോട്ടി തടഞ്ഞു വെച്ച് മാനം കെടുത്തല്ലേ? അയ്യോ, മാനം കെടുത്താനൊന്നല്ല, ഞാൻ ജോസേട്ടനെ ഒറ്റയ്ക്കൊന്ന് കാണാൻ വേണ്ടിയാ. ഓ, ചെലവിനുള്ള കാശല്ലേ വേണ്ടത്? നാ കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ. എനിക്ക് കാശൊന്നും വേണ്ട, അതെല്ലാം ജോസേട്ടന്റെ കയ്യിലിരിക്കട്ടെ. എന്തൊക്കെ ചെലവുള്ളതാ? എടി, നിനക്കെന്നാ ലോട്ടറി അടിച്ചോ? ആ, ചെറുതായിട്ടൊരു ലോട്ടറി അടിച്ചു. ഇനി നമ്മളിങ്ങനെ നിസാര കാര്യത്തിന് വഴക്കൂടാൻ പാടില്ല കേട്ടോ. അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ? ഏതച്ഛൻ? പള്ളിയിലച്ഛൻ. എന്നാ പറഞ്ഞെന്നാ? കല്യാണ കാര്യം. കല്യാണോ? നിന്റെ കല്യാണ ചെലവൊന്നും എടുക്കാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. എന്റെ അല്ല, നമ്മുടെ ജോസേട്ടന്റെയും റാണിമോളുടെ. നമ്മുടെ കല്യാണം വാഴക്കോല അച്ഛനും അപ്പച്ചനും കൂടെ പറഞ്ഞുറപ്പിച്ചു. എനിക്ക് മനസ്സിലായി, ജോസേട്ടൻ പറഞ്ഞു വിട്ടതല്ലേ അച്ഛനെ. കള്ള് കുടിയൊക്കെ നിർത്തി നല്ല കുട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ഇനി എന്നും അങ്ങനെ ജീവിക്കണം, മനസ്സിലായോ? ഇനി ഇവിടെ കിടന്ന് ചുറ്റി തിരിയണ്ട, വീട്ടിൽ പോക്കോ. ഞാനും പോവാ. പശുവിന് കാടി കൊടുക്കണം. പിന്നെ അപ്പന് കള്ളു കുടിക്കണം എന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്ന് വഴക്കാ. വാങ്ങി കൊടുത്താൽ മാത്രം മതി, ഒരു തുള്ളി കുടിച്ചേക്കരുത്. ഓ, ഇത് കണ്ടോ? നല്ല പിടയ്ക്കുന്ന മുഷിയ. നല്ല വറുത്തരച്ച് മീൻ കഴിച്ചിട്ട് കുറെ നാളായി. വെച്ചോ, അത് ഞാൻ പോയിച്ചോളാം. അച്ഛനെ കണ്ടോ? ഇല്ല, ചേച്ചിയും കണ്ടില്ല. എവിടെ എല്ലാരും? അവരപ്പുറത്തുണ്ട്. ഞാൻ ചോദിച്ചത് പള്ളിയിൽ അച്ഛനെ കണ്ടോന്നാ. ഇല്ല, എന്തേ? നല്ല മധുരം. ജോസേട്ടനും റാണിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു അച്ഛൻ പറഞ്ഞു. റാണി നല്ല കുട്ടിയാ, ജോസേട്ടന് നന്നായി ചേരും. പിന്നെ കല്യാണമൊക്കെ ആവുമ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് മാറിത്തരാം. അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ഒന്നും ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, ഇങ്ങനെ മാറാനൊക്കെ തീരുമാനിക്കാൻ. അതല്ല, അച്ഛൻ പറഞ്ഞത് തന്നെ തീരുമാനിക്കണം, അതാണ് ശരി. അപ്പോ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുമ്പോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങള്, അതേതായാലും ശരിയാവില്ല. അതിന് ഞാൻ പൊന്നു മോനെ, നിന്റെ വെള്ളത്തിലൊന്നും ഇനി നടക്കത്തില്ല.
മതയാനെ ചൂണ്ടുവിരൽ നിർത്തുന്നവള് അവള്. പിന്നെ ഞാൻ ഒരു കൃമി പോലെ തന്നെ നിന്നെ അവള് തള്ളയ്ക്കും. ജോസേ ഷാപ്പടയ്ക്കാൻ പോവാ. എനിക്കിന്ന് കുടിച്ച് ഷാപ്പിൽ കിടക്കണം. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ കിടന്നിരിക്കും. ദേ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ജോസേ ഈ വേതാളത്തിനെ വിളിച്ചോണ്ട് പോവാൻ നോക്കടോ. ഓ അങ്ങനെയൊന്നും അങ്ങ് പോകാനൊക്കത്തില്ല. 2 പാഴ്സൽ ഇങ്ങോട്ട് ചോദിക്കുന്ന എനിക്ക് അറിയാമായിരുന്നു. ദേ എടുത്തു വെച്ചിരിക്കുന്നു. എന്റെ പൊന്നു മോളെ, നീ ഭാഗ്യവതിയാടി. പോവാം 2 കാലും ഓടി ഞാൻ എങ്ങനെ പോകും പറ. ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലെ അങ്ങോട്ട് പോവും. അതൊന്നും പറ്റത്തില്ല. എനിക്ക് കാറ് വേണം, കാറ്. കീർവശരും എന്റെ കാശ് കള്ളും കുടിച്ചേച്ച് എന്നോട് മുപ്പിക്കുന്നു. ചക്കാതിനൊന്നും അല്ലല്ലോ, എന്റെ കാലൊടിച്ചിട്ടല്ലയോ. അത് ഞാൻ കുടിക്കുക എന്നെ തീർക്കും. ഒരു കുപ്പിങ് തന്നെ പണ്ടേ കൊല്ലണ്ടായിരുന്നു. ഇന്നത്തോടെ ഈ ശല്യം ഞാൻ തീർക്കും. പിന്നെ കൊല്ലാൻ ഞാൻ ചത്തിട്ട് വേണ്ടേ? സന്തോഷം. അടങ്ങിയിരുന്നോണം. ഒരു കുതിര വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നെ കൊണ്ടൊന്നും പറയല്ലേ. എന്നാടാ? എടാ, നമ്മുടെ കുരിയച്ചൻ മരിച്ചു. അവിടെ കനാലി കിടപ്പുണ്ട്. ആരോ കൊന്നതാന്നാ പറയുന്നത്. ഷാപ്പി, നിങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു? എന്നാലും ജോസേ, നീ ഇത് ചെയ്ത് കളഞ്ഞല്ലോടാ. നീ എന്ത് ചെയ്താലും നിന്റെ കൂടെ നിന്നവരാ ഞങ്ങളൊക്കെ. പക്ഷേ ഇത് സഹിക്കില്ല. അച്ഛൻ കേട്ടില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടെ സ്വഭാവം? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇയാളെ കൊണ്ടൊരു ജയിലിൽ പോയി കിടക്കും. പിന്നെ ഞാൻ കൊന്നിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. നീ ഒന്നും പറയണ്ട. കൊല്ലാൻ മാത്രം ചെയ്തത്. അടുത്ത് വരരുത്. തെണ്ടിത്തരം പറയല്ലേ? കൊന്നാളെ ഞാൻ. ജോസാ പറയുന്നത്. അച്ചോ, ചെലവിന് കൊടുത്ത മടുത്ത് ഇന്നത്തോടെ ഇയാളെ ശല്യം തീർക്കുമെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഷാപ്പിൽ നിന്ന് കുര്യച്ചനെ വിളിച്ചോണ്ട് പോകുന്നത്. പറഞ്ഞ പോലെ ഇവൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അച്ചോ. എന്നെ കൊല്ല്, എന്നിട്ട് മതി ഇവരെയൊക്കെ. അച്ഛൻ കൊന്നിട്ടില്ല. ഞാൻ സത്യമായിട്ട് ഞാൻ കൊന്നിട്ടില്ല. ഷാപ്പിൽ നിന്ന് കൊണ്ടുവന്നത് ഞാനാ. പക്ഷെ കൊന്നത് ഞാനല്ല. എന്നെ ഒന്ന് വിശ്വസിക്കച്ചോ. ഓരോ പ്രശ്നം കഴിയുമ്പോഴും നന്നാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നന്നാവില്ല. നീ നശിക്കാൻ വേണ്ടി ജനിച്ചവനാ. നശിക്കാൻ വേണ്ടി മാത്രം.
ചെലവിന് കൊടുത്ത് പഠിത്തം വേണ്ട അപ്പനെ കൊന്നു കളഞ്ഞില്ലേ? എന്നെ കൂടി കൊല്ലടാ, എന്നെ കൂടി കൊല്ലേ. മോളെ ഈ ആൾക്കാരെയൊക്കെ ഒന്ന് നിർത്തി നിർത്തും.